ഇരുന്നോണ്ട് മതിയോ? ആദ്യമായിട്ട് സെനി അദ്ദേഹത്തിന് നമസ്കാരം. അദ്ദേഹം എന്നോട് പറഞ്ഞതനുസരിച്ച് ഞാൻ പറയുകയാണ് ഇന്നത്തെ പ്രോഗ്രാമിനെ കുറിച്ച്. ഷാജി എന്നോട് പറഞ്ഞത് ഇവിടെ ഒരു നാട്ടിലെ കൃഷിത്തോട്ടം ഉണ്ടാക്കാനുള്ള പ്രാരംഭ ദശകളാണ്. അതായത് മുരിങ്ങത്തയ്യ്, പാവല് തയ്യ്, പടവലത്തിൻ്റെ തൈകള്, ഇങ്ങനെ അനേക സസ്യവർഗങ്ങളും നാരകം അതുപോലൊക്കെ പല വൃക്ഷങ്ങളും ഒക്കെ തൈകൾ ഇവിടെ ഉണ്ട്. അത് എല്ലാവരും കൂടെ ഇന്ന് ഭൂമിയിൽ നട്ട് അതിന് വേണ്ടുന്ന പരിപാലനങ്ങളൊക്കെ ചെയ്യുന്ന ആദ്യത്തെ ഒരു പരിപാടിയാണ് ഇത്. ഷാജി ചെയ്യുന്ന ആ പരിപാടിക്ക് എൻ്റെ എല്ലാവിധ ആശംസകളും ഞാൻ നേരുന്നു. വന്ന് വളമിടുകയും ഒഴിക്കുകയും ഒക്കെ ചെയ്യാമെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് ഇന്നത്തെ സംരംഭം എന്തായാലും അത് നല്ല ഒരു സമാരംഭമായിട്ട് തീരട്ടെ എന്ന് ആശംസിക്കുന്നു. എല്ലാ നന്മകളും നേരുന്നു. അതോടൊപ്പം സെനി അദ്ദേഹത്തിനും ദീർഘായുസ്സും എല്ലാ നന്മകളും നേരുന്നു. നന്ദി, നമസ്കാരം. എൻ്റെ പാവലും വലിയ കയറി പൂവിട്ടു. പിന്നെ 2-3 വെണ്ടയുണ്ട്, കൊച്ചായിട്ടൊക്കെ. എന്റെ പേര് ആലീസ് എന്നാണ്. അല്ല, ഇന്ന് ഞങ്ങളുടെ മാമാസ് ഗാർഡൻ ഈസ് മൈ മമ്മീസ് ഗാർഡൻ കുറച്ചും കൂടെ എല്ലാം കാര്യങ്ങൾ നടത്തുവാണ് ഞങ്ങൾ. വെജിറ്റബിൾ ഇന്ന് ചേനയൊക്കെ വെക്കുന്നു. അതിനുള്ള ഇതാണ് ഇന്ന് നടക്കുന്നത് ആ പ്രോഗ്രാം. ഒന്ന് നേരത്തെ ഇതിൻ്റെ ഉദ്ഘാടനം കഴിഞ്ഞു. പക്ഷെ ഇന്ന് ഞങ്ങൾ വീണ്ടും അതിലേക്ക് കൂടുതൽ കുറേ കാര്യങ്ങളും കൂടെ നടുവാണ്. തുടങ്ങി വരുന്നു, കുറച്ചൊക്കെ തുടങ്ങി. പക്ഷെ ഇപ്പൊ ചേന ഞങ്ങൾ ഇന്നാ നടാൻ പോകണം. അങ്ങനെ ബാക്കി ചേന കട്ട് ചെയ്ത് വെച്ചിരിക്കാം. അങ്ങനെയൊക്കെ നടക്കുന്നു. ഞാൻ പാലായ. എൻ്റെ പേര് ഷാനി. ഞാൻ ആലിസമ്മയുടെ മകളാണ്. ഞങ്ങൾ കേരള ആയുർവേദിക് ആൻഡ് ബ്യൂട്ടി സലാണിലാണ് ജോലി ചെയ്യുന്നത്. എൻ്റെ പേര് ആലീസ് എന്ന്. ഞങ്ങൾ കേരള ആയുർവേദ, നമ്മുടെ മർഫിയിലുള്ള കേരള ആയുർവേദ ബ്യൂട്ടി മസാജ് സെന്ററും പിന്നെ ബ്യൂട്ടി സലൂണും ഒക്കെ ബിസിനസ് നടത്തുന്നു. അല്ല, ഞങ്ങൾക്ക് ഔട്ട് പേഷ്യൻസ് വന്ന് പോകുന്നവരാ. 1 hour മസാജ് ഉണ്ട്. 160 1.5 മണിക്കൂറിൻ്റെ ഉണ്ട്. പിന്നെ ഞങ്ങൾ ബ്യൂട്ടി പാർലറിന്റെ എല്ലാ വർക്കും ഉണ്ട്. 1 hour 120 വിത്ത് സ്റ്റീം ആൻഡ് എവരിത്തിങ്. കിഴി അങ്ങനെ എല്ലാ ട്രീറ്റ്മെന്റ്. ഞങ്ങൾക്ക് ഡോക്ടറുണ്ട്, ഞങ്ങൾക്ക് തെറാപ്പിസ്റ്റുകളുണ്ട്. ആണുങ്ങൾക്ക് ആണുങ്ങളും പെണ്ണുങ്ങൾക്ക് പെണ്ണുങ്ങളും തെറാപ്പിസ്റ്റുകളെല്ലാം ഉണ്ട്. അങ്ങനെയാണ് ഞങ്ങളിപ്പം ഇതൊരു സംരംഭം തുടങ്ങിയിരിക്കുകയാണ്. ഞങ്ങള് ഈ ഒരു സംരംഭം ഞങ്ങൾക്ക് അതിൽ കൂടെ ഒന്ന് നമ്മുടെ കമ്മ്യൂണിറ്റിക്കും നമ്മുടെ മനുഷ്യർക്കും ഒക്കെ എന്തെങ്കിലുമൊക്കെ ഒരു പ്രയോജനം ഉണ്ടാകാൻ വേണ്ടി ഞങ്ങളങ്ങനെ ഡെവലപ്പ് ചെയ്തിരിക്കുകയാണ്. ഇപ്പം ഇത് ഹെർബൽ പ്ലാന്റ്സ് എല്ലാത്തിനും പ്ലാൻ ഉണ്ട്. ഇപ്പൊ സ്റ്റാർട്ടിങ് ഒന്ന് തുടങ്ങുവാണ് ഞങ്ങളിത്. ഒരു ഫുൾ വീഡിയോ ചെയ്യേണ്ടിയാ ഈ വിഷയത്തിൽ. ഇന്നാണ് ഈ വിഷയം അറിഞ്ഞത്. അപ്പോഴേ ക്ഷണനമൊന്നുമില്ലെങ്കിൽ ഞാനിങ്ങ് വന്നു. ഏത് നല്ല കാര്യത്തിനും ക്ഷണനമൊന്നും വേണം, അങ്ങ് പോകാന്നുള്ളതാണ്. പ്രത്യേകിച്ച് മാന്യന്മാരെയും പട്ടികളെയും വിളിക്കേണ്ടെന്നാണ് പറയുന്നത്. പ്രത്യേകിച്ച് ഇത് പ്രകൃതിയോട് ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും എനിക്കിഷ്ടമുള്ള കാര്യങ്ങളാണ്. BSc ബോട്ടണി ആയിരുന്നു. അതുകൊണ്ട് ചെടിയോടൊരു പ്രത്യേക സ്നേഹമുണ്ട്. അപ്പോൾ അതുകൊണ്ട് ചേന നടുന്നെന്ന് പറഞ്ഞപ്പോൾ ഇങ്ങ് അതെ അതുകൊണ്ട് ഇതിനെല്ലാ ഭാവങ്ങളും നേരുന്നു. നന്നായി വരട്ടെ. അടുത്ത ആഴ്ച നടക്കുന്ന പ്രോഗ്രാമിനെ പറ്റി ഏതാ? വേൾഡ് മലയാളിയുടെ പ്രോഗ്രാം ഏപ്രിൽ 19 വൈകിട്ട് 5 മണിക്കാണ് സ്റ്റാഫോർഡ് സിവിക് സെന്ററിൽ വെച്ച്. വേൾഡ് മലയാളിയുടേതായിട്ട് 2 വീടുകൾ നാട്ടിൽ ഹോംലെസ് പണിത് കൊടുക്കാൻ വേണ്ടിയുള്ളതാണ്.
അപ്പോൾ ഒരു നല്ല സംരംഭമാണ്. അതിനെ എല്ലാവരെയും അതിലേക്ക് ഹാർദവമായി ക്ഷണിക്കുന്നു. എല്ലാവരുടെയും സഹകരണം പ്രതീക്ഷിക്കുന്നു. പൊന്നി ചേച്ചി അവിടെ ഇരിക്കുന്നത് അതിൻ്റെ ചെയർപേഴ്സൺ ആണ്. ചേച്ചി ഒരു വാക്ക് അതിനെ പറ്റി പറഞ്ഞത്. ആരൊക്കെയാണ് വരുന്നത്, എന്തൊക്കെയാണ് പ്രോഗ്രാം എന്നുള്ളത്? വേൾഡ് മലയാളി കൗൺസിൽ ഇവിടെ തുടങ്ങിയിട്ട് ഒരു 30 വർഷത്തോളം ആകുന്നു. 2007-8 കാലങ്ങളിൽ ഞാൻ അവിടെ പ്രസിഡന്റ് ആയിരുന്നു. പിന്നെ എന്നും ഞാൻ അതിൽ ഇൻവോൾവ് ആണ്. ഈ വർഷം ഞാൻ അതിൻ്റെ ചെയർപേഴ്സൺ ആണ്. മാത്രമല്ല അതിൻ്റെ വൈസ് ചെയർമാനാണ്. SK ചെറിയാൻ പ്രസിഡന്റ് ആണ്. അപ്പൊ ഇവരുടെ എല്ലാം നേതൃത്വത്തിൽ ഒരു ഫണ്ട് റേസിംഗ് പ്രോഗ്രാം നടത്തുന്നുണ്ട്. അതിൻ്റെ വരുമാനം അനുസരിച്ച് 1-2 വീടുകള് കോട്ടയത്ത് ഒരു സ്ഥലമുണ്ട് വേണ്ടും അവിടെ വെച്ച് കൊടുക്കാനായിട്ടാണ്. അതിൻ്റെ പ്രോഗ്രാം സ്റ്റാഫോർഡ് സിവിക് സെന്ററിലാണ്. അടുത്ത സൺഡേയിൽ 5 മണിക്ക് തുടങ്ങും. വിവിധ കലാപരിപാടികളോടുകൂടി. തുച്ഛമായ ടിക്കറ്റേ ഉള്ളൂ. ഒരാൾക്ക് 5, 4 പേർക്ക് 50. ഇവിടുത്തെ ലോക്കൽ ആർട്ടിസ്റ്റിനെ ഒക്കെ കൂട്ടിക്കൊണ്ടുള്ളതാണ്. അതുകൊണ്ട് ആ പ്രോഗ്രാം ആരും മിസ് ചെയ്യരുത്, വന്ന് കാണണമെന്ന് ഒരു അഭ്യർത്ഥനയുണ്ട്. അത് നമ്മൾ ജീവിച്ചിരിക്കുമ്പോൾ നമുക്ക് ദൈവം ആരോഗ്യം തന്നു, കൈകൾ തന്നു, കാലുകൾ, അതൊന്നും ഇല്ലാത്ത പിന്നെ അധഭാഗ്യരായ മനുഷ്യർക്ക് നമ്മളൊരു കൈ നീട്ടിക്കൊടുക്കുക. അതാണ് എൻ്റെ ജീവിത ലക്ഷ്യം. അതനുസരിച്ചാണ് ഞാൻ പ്രവർത്തിക്കുന്നതും. അതുകൊണ്ടാണ് ഇങ്ങനെ ഉള്ള പരിപാടികളിലൊക്കെ ഞാൻ മുൻപങ്ക് നിർവഹിച്ച് മുൻപോട്ട് വരുന്നത്. അതുകൊണ്ട് എല്ലാവരുടെയും സഹായ സഹകരണങ്ങൾ അഭ്യർത്ഥിക്കുന്നു. നന്ദി, നമസ്കാരം. എൻ്റെ പേര് കുര്യാക്കോസനാണ്. ഞാനിവിടെ മാനുവലിൽ താമസിക്കുന്നു. ഞാൻ ഷാജിയുടെ സെക്കൻഡ് കസിൻ്റെ ഹസ്ബൻഡാണ്. അങ്ങനെ അപ്പോൾ ഇവിടെ ഒരു പരിപാടി ഉള്ളതുകൊണ്ട് ഞാൻ ഇവിടെ വന്നതാണ്. ഞങ്ങൾ ന്യൂയോർക്കിലായിരുന്നു. ഇപ്പോൾ മാനുവലിലേക്ക് മൂവ് ചെയ്യാനുള്ള പരിപാടിയിലിരിക്കുകയാണ്. ഇങ്ങനെയൊക്കെയാണ് പോകുന്നത്. ഞാൻ 1 മാസം ആയിട്ടുള്ളൂ. 1 മാസം പെർമനന്റ് ആയിട്ട് റീലൊക്കേറ്റ് ചെയ്യാനായിട്ട്. ഞാൻ 84 അമേരിക്കയിൽ വന്നിട്ട് അന്നുപോലെ ന്യൂയോർക്കിലായിരുന്നു. ഇപ്പോൾ ജോലി റിട്ടയർ ചെയ്തിട്ട് ഞാൻ വൈഫും ജോലി റിട്ടയർ ചെയ്തു. അങ്ങനെ ഞങ്ങൾ ഇങ്ങോട്ട് മൂവ് ചെയ്തു. എൻ്റെ പേര് കുര്യാക്കോസിന്. എൻ്റെ നാട് പെരുമ്പാവൂരാണ്. ഇവിടെ വൈഫിൻ്റെ നാട് കൂത്താട്ടോളം. ഞാൻ ആക്ച്വലി നാട്ടിൽ നിന്ന് തന്നെ നേരെ പോരുക ചെയ്ത്. കാരണം എൻ്റെ പെങ്ങൾ ഇവിടെ 71 വന്നായിരുന്നു. അതിനുശേഷം ഞങ്ങൾ നാട്ടിൽ നിന്ന് നേരെ അങ്ങോട്ട് പോരുക ചെയ്ത്. എൻ്റെ പഠിത്തം കഴിഞ്ഞ് നേരെ അങ്ങോട്ട് പോരുക ചെയ്ത്. ഞാൻ ഇവിടെ വന്നിട്ട് ഞാൻ MTയിൽ ജോലി ചെയ്തു. ഒരു 37 വർഷം ഞാൻ അവിടെ ജോലി ചെയ്തു. അതായത് മെട്രോ ട്രാൻസിറ്റ് അതോറിറ്റി. എക്സാക്ട്ലി. അത് കഴിഞ്ഞ് 37 വർഷം ജോലി കഴിഞ്ഞ് ഞാൻ കഴിഞ്ഞ 2 വർഷം മുമ്പ് റിട്ടയറായി. ഞാൻ സ്റ്റോർ ഡിവിഷനിലായിരുന്നു, പാർട്സിന്റെ സ്റ്റോർ ഡിവിഷനിലായിരുന്നു. എക്സാക്ട്ലി. ലവിങ് ജോബായിരുന്നു. ബെനിഫിറ്റും ഉണ്ടായിരുന്നു, നല്ല ബെനിഫിറ്റും ഉണ്ട്. അതെ, എല്ലാം ഉണ്ട്. ഞങ്ങൾ ടെസ്റ്റ് എഴുതി പാസ്സായതാ. ബേസിക് അന്ന് ഇത് മതിയായിരുന്നു. +2 ഒക്കെ മതിയായിരുന്നു. ഇവിടുത്തെ ഒന്നും വേണ്ടായിരുന്നു. അന്ന് +2 മതിയായിരുന്നു. പിന്നെ അതിനോടനുബന്ധിച്ചുള്ള കാര്യങ്ങൾ ക്വസ്റ്റ്യൻ പേപ്പർ ഉണ്ടാവും. അതിൻ്റെ ഇതിൽ എഴുതുക. ഇല്ല, പിന്നെ കുടുംബഭാരമല്ലേ, പിന്നെ പഠിക്കാൻ പറ്റുമോ? അതെ. ഇല്ല, എനിക്ക് നാട്ടിൽ ആരുമില്ല. എൻ്റെ എല്ലാ ബന്ധപ്പെട്ടവരും ഇവിടെ ഉണ്ട്. എൻ്റെ വൈഫിൻ്റെയും ബന്ധപ്പെട്ടവരെല്ലാവരും ഇവിടെ തന്നെ ഉണ്ട്. അപ്പം അത് കാരണം കൊണ്ട് നാട്ടിൽ ആരുമില്ല. നാട്ടിൽ ഞങ്ങളുടെ സ്ഥലം വരെ എല്ലാം കൊടുത്തിട്ട് ഇവിടെ സെറ്റിൽ ആകാനുള്ള പരിപാടിയില്ല. ഞങ്ങൾ 3 വർഷം മുമ്പ് പോയായിരുന്നു. കോവിഡിന് ശേഷം. ന്യൂയോർക്കിലെ ലൈഫ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ചും കൂടി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ബിസി ലൈഫ്. പിന്നെ വെതറിൻ്റെ അനുസരിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ അവിടെ നല്ല കോൾഡാണ്. അപ്പോൾ ഇവിടെയാണെങ്കിൽ ഹാട്ട് വെതറാണ്. നമ്മൾ ഇപ്പോൾ നാട്ടിൽ നിന്ന് പോരുമ്പോൾ നമ്മൾ ഓൾറെഡി എന്താ പറയുന്നത് ഹോട്ട് ബ്ലഡഡ് ആൾക്കാരാണ്. അപ്പം അതിൻ്റെ ഒരു നല്ല ഒരു ഇത് ടെക്സാസ് തന്നെ, അല്ലെങ്കിൽ ഫ്ലോറിഡ, അങ്ങനെയുള്ള ഈ ഫ്ലോറിഡ, ടെക്സാസ് ഇതുപോലെയുള്ള സ്റ്റേറ്റുകളാണെങ്കിൽ നല്ലതാണെന്നാണ് എൻ്റെ ഒരഭിപ്രായം. പിന്നെ ഇപ്പം ന്യൂയോർക്കിൽ ഉള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എപ്പോഴും ബിസി ലൈഫാണ്.
അത് കാരണം കൊണ്ടുള്ള അങ്ങനെയുള്ള ബുദ്ധിമുട്ടുകളുണ്ട്. എനിക്ക് വന്ന തുടക്കത്തിൽ ഇച്ചിരി സ്ട്രഗിൾ ഉണ്ടായിരുന്നു. ഒത്തിരി സ്ട്രഗിൾ ഉണ്ടായിരുന്നു, ഇത്തിരി ഒന്നുമല്ല, ഒത്തിരി സ്ട്രഗിൾ ഉണ്ടായിരുന്നു. കാരണം പറഞ്ഞു കഴിഞ്ഞാൽ അന്നൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പോരുമ്പോൾ നമ്മുടെ നാട്ടിലുള്ള വീട്ടുകാരെ സഹായിക്കണം, ഇവിടെ സഹായിക്കണം, പിന്നെ ഭാര്യ വന്നു കഴിയുമ്പോൾ ഭാര്യയുടെ വീട്ടുകാരെ സഹായിക്കണം, അങ്ങനെ ഒത്തിരി കാര്യങ്ങളുണ്ടായിരുന്നു. ഞങ്ങളൊക്കെ ഒത്തിരി ബുദ്ധിമുട്ടിയിട്ടുള്ളത്, അത് പറയാതിരിക്കാൻ പറ്റത്തില്ല. ഇപ്പോഴേ മെഡിക്കൽ ലൈനിലാണ്. അതെ, മെഡിക്കൽ ലൈനിലാണ്. കംഫർട്ടബിൾ ആയിരുന്നു. ഞാൻ പറഞ്ഞില്ല, ഇതാണ് രണ്ട് ഭാഗത്തു നിന്നുള്ള ആൾക്കാരെ കൊണ്ടുവരിക, എടുക്കുക എന്നൊക്കെ ഉള്ളത്, അവരെ സെറ്റിലാക്കുക എന്നൊക്കെ ഉള്ളത് ഉണ്ടായിരുന്നു. എല്ലാവരും ദൈവാനുഗ്രഹം കൊണ്ട് എല്ലാവരും സെറ്റിൽഡായി അങ്ങനെ പോകുന്നു. അന്ന് ഈ കോൺട്രാക്ട് ബേസിലാണ് വന്നത്. ഓരോ കോൺട്രാക്ടേഴ്സ് കൊണ്ടുവരിക ചെയ്തുകൊണ്ടിരുന്നത് മെഡിക്കൽ ലൈനിൽ തന്നെയായിരുന്നു. അപ്പോൾ അവരിവിടെ വന്നിട്ട് അവരൊക്കെ ഈ ടെക്സ് എഴുതി മറ്റേ ലൈസൻസ് എഴുതി പാസ്സാകുക എന്നുള്ളത് അന്നത്തെ കാലത്തൊക്കെ വലിയ ബുദ്ധിമുട്ടായിരുന്നു. നമ്മുടെ ആൾക്കാർക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒത്തിരി പ്രജഡീസും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അതെ, അപ്പോൾ അത് എല്ലാം ദൈവാനുഗ്രഹം കൊണ്ട് നടന്നു എന്ന് പറഞ്ഞാൽ മതി. അതെ, എനിക്ക് ഒരു ബ്രദറും 2 സിസ്റ്റേഴ്സും ഉണ്ട്, 4 പേര്. എന്നെ കൊണ്ടുവന്ന മൂത്ത പെങ്ങള് കാലിഫോർണിയയിലാണ്. ബാക്കി ഞങ്ങൾ 3 പേരും സുഖമായിട്ടിരിക്കുന്നു, ദൈവാനുഗ്രഹം. പരിചയപ്പെട്ട ഒത്തിരി സന്തോഷം. ഇന്ന് ഹ്യൂസ്റ്റണിലെ ഈ പരിപാടിക്ക് എങ്ങനെയാണ് സാറിന്റെ കസിനാണ്? എന്റെ കസിനാണ് ഷാജി. ഷാജിയുടെ പ്രോപ്പർട്ടി. താങ്ക് യു.